ഓപ്ഷൻ ബൈങ്ങിൽ ഒരു വലിയൊരു ഡയറക്ഷനിൽ 1000 പോയിന്റ് 900 പോയിന്റ് മൂവ് ക്യാച്ച് ചെയ്യാന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ബയറുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ്. എന്താന്ന് വെച്ചാൽ അന്നത്തെ ദിവസമായിരിക്കും ഒരു ഡയറക്ഷനിൽ മൂവ് വരുമ്പോൾ അതും പുട്ട് സൈഡിലോട്ട് ഒരു എൻട്രി കിട്ടുവാണെന്നുണ്ടെങ്കിൽ 900 പോയിന്റിന്റെ വലിയൊരു പ്രീമിയം ഇൻ ദ മണിയിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് ഇതേപോലെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് ആ എൻട്രി എങ്ങനെ കിട്ടി അതിനെ സഹായിച്ചത് ഒരു വലിയൊരു ഇൻഡിക്കേറ്റർ ആണ്. വളരെ വലിയൊരു ഇൻഡിക്കേറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർക്കും ബേസിക് ടു അഡ്വാൻസ് ആയിട്ട് ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഈ ഇൻഡിക്കേറ്റർ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ എന്റെ ചാർട്ടിനകത്ത് പ്ലോട്ട് ചെയ്ത് നിരവധി 100-ലധികം ട്രേഡ് ഞാൻ ഇതിനെ ബേസ് ചെയ്ത് എൻട്രി എടുത്ത് കഴിഞ്ഞു. 100% ഒരിക്കലും ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും ഒരു ഓപ്ഷൻ ബയ്യർക്ക് വേണ്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചു ബുദ്ധിമുട്ടേണ്ട കാര്യം ഒന്നുമേ ഇല്ല. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഇത് പ്ലോട്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി പ്ലോട്ട് ചെയ്യും. അതിന് ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ആ സപ്പോർട്ട് ആ സോൺ ഇല്ലാതാക്കുകയും ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഇല്ലാതാക്കുകയും ചെയ്യും. പക്ഷെ ആകെയുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മൂവ് വന്നതിന് ശേഷം, അതായത് മാർക്കറ്റ് ഇപ്പോൾ ഒരു അപ് ട്രെൻഡിലാണ്. ഓക്കെ, ഒരു അപ് ട്രെൻഡ് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സപ്പോസ് ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തു. അതായത് ഈ ഒരു മൂവ് വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇതേപോലെ ഒരു സപ്പോർട്ട് സോൺ ക്രിയേറ്റ് ചെയ്യുക. എന്നാൽ ഈ ഒരു അപ് ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാർക്കറ്റ് ഇതേ ഏരിയയിൽ സപ്പോർട്ട് സോൺ ഈ ഇൻഡിക്കേറ്റർ പ്രകാരം ഈ സപ്പോർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഈ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഡൗൺ ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഒരു ഡൗൺ ട്രെൻഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു റെസിസ്റ്റൻസോ സപ്പോർട്ടോ ക്രിയേറ്റ് ചെയ്തു. അതായത് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. ഇതൊരു റെസിസ്റ്റൻസ് ഈ ഒരു ഏരിയയിൽ ക്രിയേറ്റ് ചെയ്തു. അതായത് ഈ ഒരു മൂവ് വന്നതിന് ശേഷമാണ് ഈ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ആകുക. എന്നാൽ മാർക്കറ്റ് ഈ ഏരിയയിലെത്തി ഇതിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഈ ഏരിയയിൽ എത്തുമ്പോൾ അത് വളരെയധികം ചാൻസ് ഉണ്ട് അവിടുന്ന് റെസിസ്റ്റൻസ് എടുത്ത് വലിയൊരു മൂവ് താഴത്തോട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഈ ബേസിക് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പൊ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ഈ ഒരു മൂവ് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഗ്യാപ്പ് തന്നതിന് ശേഷം താഴത്തോട്ട് ഒരു സെല്ലിംഗ് കാണിച്ചു. എന്നാൽ തിരിച്ച് മാർക്കറ്റ് അതേ ഈ ഏരിയയിൽ എത്തി. അതായത് ഈ ഒരു മൂവ് കാണിച്ചതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഈ ഇൻഡിക്കേറ്റർ ഒരു റെസിസ്റ്റൻസ് സോൺ പ്ലോട്ട് ചെയ്തു. ഈ കളറിൽ കാണുന്നത് ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളറിൽ കാണുന്നത് റെസിസ്റ്റൻസ് സോണും പച്ച കളറിൽ കാണുന്നത് സപ്പോർട്ട് സോണുമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന് ഇൻഡിക്കേറ്ററിനകത്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച്മെന്റ് നടത്താം. കളർ നിങ്ങളുടെ ഇഷ്ടത്തിന് പ്ലോട്ട് ചെയ്യാവുന്നതാണ്. എക്സാക്ട് മാർക്കറ്റ് പിന്നെയും ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു മൂവ് തന്നു. ഓക്കെ, നിയർലി 300-400 പോയിന്റിന്റെ മൂവ് തന്നു കഴിഞ്ഞു. അപ്പൊ ഇവിടെ സെപ്പറേറ്റ് ഇതിനകത്ത് തന്നെ ഒരു റെസിസ്റ്റൻസ് സോൺ ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് തിരിച്ച് സപ്പോർട്ട് എടുക്കുന്നു. അത്രയും 400 പോയിന്റോളം പിന്നെയും റിക്കവർ ചെയ്തു വരുന്നു. എന്നാൽ ഈ ഒരു സിംഗിൾ ക്യാൻഡില് എനിക്ക് ഇവിടുത്തെ ഗെയിം മനസ്സിലായി. മാർക്കറ്റ് റിവേഴ്സ് ആകാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായി. ഈ ഒരു ഒറ്റ ക്യാൻഡിൽ കൊണ്ട് എനിക്ക് കാര്യം മനസ്സിലായി. മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് തിരിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് വരാൻ വളരെയധികം സാധ്യത ഉണ്ടെന്ന് മനസ്സിലായത്. എങ്ങനെ മനസ്സിലായി? ബിക്കോസ് ഞാൻ ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് 100-ലധികം ട്രേഡ് ചെയ്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത് മനസ്സിലായത്. നോക്ക്, എക്സാക്ട് ഈ ഒരു സോണിനെ, അതായത് ഈ ക്യാൻഡിൽ, ഓക്കെ, ഈ ഒരു ക്യാൻഡിലെ ഈ സോണിനെ മാർക്കറ്റ് ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? കണ്ടിന്യൂ നോക്കുന്ന വലിയ ഗ്രീൻ ക്യാൻഡിലോട് കൂടിയാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. അത് കണ്ടിന്യൂ 1 2 3 4 4 വലിയ ഗ്രീൻ ക്യാൻഡിലോടുകൂടി മാർക്കറ്റ് അപ്രോച്ച് ചെയ്തതിന് ശേഷം ഈ റെസിസ്റ്റൻസിന് അപ്രോച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ സോണിനെ 5ാമത്തെ ക്യാൻഡിൽ ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത ഉടനെ തന്നെ റിവേഴ്സൽ തരികയാണ് ചെയ്തത്. ഓക്കെ, റിവേഴ്സൽ തന്നു. അപ്പോൾ ഇവിടെ വോളിയം വലിയ രീതിയിൽ തന്നെ ഹൈ വോളിയം ഇവിടെ ജനറേറ്റ് ആകുകയാണ് ചെയ്തത്. ഓക്കെ, ജനറേറ്റ് ആയി. അപ്പൊ ആ വോളിയത്തിനനുസരിച്ച് എനിക്ക് മനസ്സിലായി ഇവിടെ പെൻഡിങ് ഓർഡേഴ്സ് ആക്റ്റീവായി, അല്ലെങ്കിൽ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവർക്ക് എഗെയിൻസ്റ്റ്, അത് റീറ്റെയിലേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ വന്നു. ഈ ഒരു സോണിൽ പെൻഡിങ് ആയിട്ടുള്ള സെല്ലിംഗ് ഓർഡേഴ്സ് ആക്റ്റീവായി എന്ന് മനസ്സിലായി. അപ്പൊ അതിനനുസരിച്ച് ഈ ഒരു ലോയ്ക്ക് താഴെ നമുക്കൊരു എൻട്രി എടുത്ത് മാർക്കറ്റിൽ വലിയൊരു മൂവ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ഇൻഡിക്കേറ്റർ വളരെ ഉപകാരപ്പെട്ട ഇൻഡിക്കേറ്റർ ആണ്. ഒരിക്കലും ഞാൻ 100% ഇത് വർക്കാകുമെന്ന് പറയുന്നില്ല. ബട്ട് നിങ്ങൾ ഒരു ഓപ്ഷൻ ബയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക. വളരെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ ഈ ഒരു ഇൻഡിക്കേറ്ററിന്റെ പേര് ഞാൻ ഇവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു മൂവ് വന്ന് ഒരു സിംഗിൾ ഇൻഡിക്കേറ്ററിനെ കുറിച്ച് ഞാൻ എങ്ങനെ ബേസ് ചെയ്ത് ഞാൻ എങ്ങനെ എൻട്രി എടുത്തു, അതിന് വലിയ ലോജിക്, അതിന് വലിയ റീസൺ ഞാൻ എന്റെ യൂട്യൂബ് മെമ്പർഷിപ്പ് പ്രോഗ്രാമിൽ ഞാൻ ഈ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഇൻഡിക്കേറ്ററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് കിട്ടും.
അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററിന്റെ പേര് അറിയാനോ താല്പര്യമുള്ളവരാണെങ്കിൽ എന്നെ ടെലഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ എന്റെ ടെലഗ്രാം ID കൊടുത്തിരിക്കാം. അതിലൂടെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ചും ഈ വലിയ മൂവിനെ കുറിച്ചും ഒരു ഓപ്ഷൻ ബൈങ്ങിന്റെ ബെസ്റ്റ് സെറ്റപ്സുകളെ കുറിച്ചും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ട്രാപ്പ് ട്രേഡിങ്ങിനെ കുറിച്ചും ലിക്വിഡിറ്റി ഹണ്ടിനെ കുറിച്ചും ഒക്കെ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. സോ ഇതെന്റെ മെമ്പേഴ്സിനെ ട്രാപ്പ് ട്രേഡിങ്ങിന്റെ മാസ്റ്റർ ക്ലാസ് മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമാണ് ഞാൻ ഈ ഇൻഡിക്കേറ്ററിനെ കുറിച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾ എന്നെ ടെലഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ട്രാപ്പ് ട്രേഡർ മല്ലുവിന്റെ യൂട്യൂബ് മെമ്പർഷിപ്പിലെ മാസ്റ്റർ ക്ലാസ് ട്രാപ്പ് ട്രേഡിങ്ങിനകത്ത് ഇത് അവൈലബിൾ ആയിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ പോരായ്മ കമന്റ് ചെയ്ത് അറിയിക്കുക, മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഏവർക്കും അടുത്ത വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.